ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, എന്നാലും ഞാൻ പറയാം. വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ രാജ്മൗലി, സച്ചിൻ ടെണ്ടുൽക്കർ, മഹേഷ് ബാബു, അമീർ ഖാൻ, PV സിന്ധു, നാഗചൈതന്യ ഇവരുടെയൊക്കെ ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്നറിയോ? അത് തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങനെ നോക്കി 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 അവസാനം ഞങ്ങൾ ഈ ഒരു ഷോപ്പിന് മുന്നിലെത്തി. നിങ്ങളീ കാണുന്ന ഷോപ്പല്ല കേട്ടോ, നേരെ അതിന്റെ മേലെ. അതെ, പാരഡൈസ് ബിരിയാണി. അത് എവിടെയാന്നല്ലേ? ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതാന്ന് നമ്മൾ തേടി 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 അവസാനം എത്തിപ്പെട്ടതാണ് ഈ പാരഡൈസ് ബിരിയാണിയുടെ മുന്നിൽ. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ട. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിട്ടോ. അടിപൊളി ആംബിയൻസ്, നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഫുഡും കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പോരാട്ടോ. എന്തായാലും ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു 2 റോയൽ ചിക്കൻ ബിരിയാണി. അപ്പൊ വെയിറ്റർ നമുക്കുള്ള ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് മൂപ്പര് സേവ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്കെപ്പോഴാണ് കിട്ടുക. ആദ്യം റൈത്തയും സാലഡും സെർവ് ചെയ്തു കേട്ടോ. അതിനുശേഷം ബിരിയാണി വെച്ചു. ബിരിയാണിയുടെ പാത്രം കണ്ടപ്പോഴാണ് ഇതെന്താ മൂടി വെച്ചിട്ട് കൊണ്ടുവന്ന്. ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ കൊതി സഹിക്കാൻ വയ്യായിട്ട് ആരെങ്കിലും കയറി പിടിക്കുന്നു വിചാരിച്ചിട്ടാണോ മൂടി വെച്ചിട്ട് കൊണ്ടുവന്നെന്ന് വരെ ഞാൻ ആലോചിച്ചു. പക്ഷെ അതൊന്നുമല്ല കാരണം തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ 2 പാത്രം മുന്നിൽ വെച്ചതിന് ശേഷം ഞങ്ങളത് തുറന്ന് കഴിക്കാൻ നോക്കി. അപ്പോഴാണ് ആ ചേട്ടൻ ഓടി വന്നത്. കഴിക്കില്ലേ എന്ന് പറഞ്ഞു. ആ ചേട്ടൻ തന്നെ അത് ഇട്ട് തരണം പോലെ. അതാ പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൈ കെട്ടിയിരുന്നു. അങ്ങനെ ആ ചേട്ടൻ ഇട്ടോണ്ടിരിക്കും കേട്ടോ. ഇട്ടിട്ടിട്ട് തീരുന്നേ ഇല്ല. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എപ്പോഴാണ് ഇട്ട് തരാന്ന്. അങ്ങനെ കിച്ചു ഇങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുക. ഇതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയെങ്കിലും തിന്നാന്ന്. എന്നിട്ട് വേണമല്ലോ നമുക്ക് പോവാൻ. അവസാനം എൻ്റെ പാത്രം എടുത്ത് എനിക്ക് വിട്ടു തന്നു കേട്ടോ. പിന്നെ ഈ ചേട്ടനൊന്നും അങ്ങോട്ട് പോയിട്ട് വേണം എനിക്കൊന്ന് വാരി വലിച്ച് തിന്നാൻ. അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെ ഞാൻ റൈസൊന്നും തൊട്ട് നോക്കി. പിന്നെ ആ ചിക്കൻ ഒന്ന് പിടിച്ചു. ചിക്കൻ എന്തായാലും അടിപൊളി സോഫ്റ്റ് ചിക്കൻ കേട്ടോ. ഞാൻ കൈ പിടിച്ചപ്പോൾ തന്നെ നല്ല പൊടിഞ്ഞു വന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നത് എങ്ങനെയൊന്ന് കഴിച്ചു തീർത്തു. പിന്നെ ഞാൻ ആ പാത്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേന്നോ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹോട്ട് ബോക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ആ പാത്രത്തെ തന്നെ വെച്ചിട്ട് മൂടി വെക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും ഇതിൽ ചോറ് തീരുമ്പോൾ നമ്മൾ പിന്നെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടും. അപ്പോഴും അതിന് ചൂടുണ്ടാവും. അപ്പോൾ അതൊരു ഹോട്ട് ബോക്സ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അത് പറഞ്ഞപ്പോഴാ ഈ ടൈൽസ് ആണ് നല്ല രസമല്ലേ, ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. അങ്ങനെ ടൈൽസ് ഒക്കെ നോക്കി നോക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ലിഫ്റ്റിലോട് നടന്നിറങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പൊ തിന്നത് ഇപ്പൊ തന്നെ തേപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് കഴിച്ചത് ഇവിടുന്ന് തന്നെ തേപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് തന്നെ ഇറങ്ങി. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇത്, ആപ്പറ്റൈസർ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത്? ആണെങ്കിൽ കമന്റ് ചെയ്യണം. അങ്ങനെ ഇതും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. എന്തായാലും സ്മെല്ലൊന്നും അറിയില്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.